കലൈഡോസ്കോപ്പിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഇപ്പോൾ ഒരു യാത്രയിലാണ്. ആതിരപ്പള്ളി, വാഴച്ചാൽ, മലക്കപ്പാറ വഴി വാൽപ്പാറയിലേക്കുള്ള ഒരു യാത്രയിലാണ് നമ്മളിപ്പോൾ. ഇവിടെ കോട്ടയത്ത് നിന്ന് വരുമ്പോൾ കാലടിയിലെത്തി അവിടെ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് മുതലപ്പുറ വഴി അവിടെ നിന്നും ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും കടന്ന് ഏഴാറ്റുമുഖം വഴിയാണ് നമ്മളിപ്പം യാത്ര ചെയ്യേണ്ടത്. കോട്ടയത്ത് നിന്ന് ഏറ്റവും സൗകര്യപ്രദമായൊരു റൂട്ടാണിത്. കാരണം അങ്കമാലി, ചാലക്കുടിയിലെ ഗതാഗത തിരക്കുകളൊക്കെ ഒഴിവായി മുതലപ്പുറ ഏഴാറ്റുമുഖം വഴിയുള്ള കാനനപാതയിൽ കൂടിയുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് വളരെ മനോഹരമായൊരു യാത്രയാണ്. ഏഴാറ്റുമുഖം എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രകൃതി ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ കൂടിയൊക്കെ ഉള്ളൊരു യാത്രയെന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിലെ വളരെ വലിയ ഒരു അനുഭവം നൽകുന്നൊരു യാത്രയാണ്. ഏഴാറ്റുമുഖത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും പിന്നീടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏഴാറ്റുമുഖത്തെ അധികം കാഴ്ചകൾ നമ്മൾ പോകുന്നില്ല. നേരെ നമ്മൾ ആതിരപ്പള്ളിയിലേക്കാണ് പോകുന്നത്. ഇപ്പം നമ്മൾ അങ്ങോട്ടേക്കുള്ള യാത്രയാണ്. കാലടിയിൽ നമ്മൾ തിരിഞ്ഞ് മുതലപ്പുറയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ ഏഴാറ്റുമുഖത്തേക്ക് പോവുകയാണ്. ചെറിയ ചാറ്റമഴയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പതിയെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ടുള്ള വഴി വലിയ വീതിയുള്ള വഴിയൊന്നും അല്ലെങ്കിൽ പോലും രണ്ട് വാഹനങ്ങൾക്ക് സുഖമായിട്ട് കടന്നു പോകാൻ പറ്റുന്നൊരു വഴിയാണ്. കുണ്ടും കുഴിയൊന്നും ഇല്ലാത്ത വളരെ മനോഹരമായൊരു റോഡാണിത്. ഇവിടെ കടന്ന് നമ്മൾ നേരെ പോകുന്നത് ഏഴാറ്റുമുഖത്തേക്കാണ് പോകുന്നത്. ഏഴാറ്റുമുഖം ഞാൻ പറഞ്ഞു, ഏഴാറ്റുമുഖം ഒരു പ്രകൃതി ഗ്രാമമാണ്. പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഒരു ഗ്രാമമെന്ന് പറയാം. പ്രകൃതിയും മനുഷ്യനും അനുയോജ്യമായ ഇണങ്ങി ജീവിക്കുന്ന ഒരു കാലാവസ്ഥ, ഒരു ജീവിത ആവാസ വ്യവസ്ഥയെന്ന് പറയാം. അപ്പോൾ നമുക്കൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അവിടുത്തെ കാഴ്ചകളിലേക്ക് അധികം പോകുന്നില്ല. നമ്മളിപ്പം പോകുന്നത് ആതിരപ്പള്ളിയിലേക്ക് നേരെ പോവുകയാണ്. പോകുന്ന വഴിക്ക് നമ്മളിപ്പം ഏഴാറ്റുമുഖം ഓയിൽ പ്ലാന്റേഷനിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഓയിൽ പാമിൻ്റെ വലിയൊരു പ്ലാന്റേഷനാണ് ഇവിടെ ഏഴാറ്റുമുഖം എന്ന് പറയുന്നത്. ഏഴാറ്റുമുഖം എന്ന് പറയുമ്പോൾ നിങ്ങൾ പലരും ഇതേക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഏഴാറ്റുമുഖം ഗണപതിയൊക്കെ കേട്ടിട്ടുണ്ട്. ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന കാട്ടാനയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. കാട്ടാനകളുടെ സ്വൈരവിഹാര കേന്ദ്രമാണ് ഈ ഏഴാറ്റുമുഖം പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. മിക്കവാറും എല്ലാ സമയത്തും ഇവിടെ കാട്ടാനകളുടെ സാമീപ്യമുണ്ട്. ചിലപ്പോൾ ഒറ്റയ്ക്കും മറ്റു ചിലപ്പോൾ കൂട്ടായിട്ടുമൊക്കെ നമുക്ക് അവയെ കാണാൻ സാധിക്കും. പൊതുവെ അക്രമകാരികളൊന്നും അല്ല എങ്കിൽ പോലും ചില സമയത്തൊക്കെ അത് റോഡിൽ കയറി നിന്ന് ഗതാഗതം തടസ്സപ്പെടുത്തുകയൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ പോലും മനുഷ്യന് അങ്ങനെ വലിയ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ റോഡുകളൊക്കെ നമുക്ക് കാണാം. റോഡിൻ്റെ ഇരുവശവും ജനവാസ മേഖലയാണ്. ഇവിടമായിട്ട് ആളുകൾ താമസിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഓയിൽ പാമ്പിലേക്ക് കയറുകയാണ്. ഓയിൽ പാമ്പ് രണ്ട് വശത്തും ഓയിൽ പാമ്പ്. ആ ചെക്ക് പോസ്റ്റിലേക്ക് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെക്ക് പോസ്റ്റിലെ നടപടിക്രമങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. വാഹനത്തിൻ്റെ വിവരങ്ങളും മറ്റു യാത്രക്കാരുടെ വിവരങ്ങളുമൊക്കെ ചെക്ക് പോസ്റ്റിൽ നമ്മൾ രേഖപ്പെടുത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് പ്രവേശനമുള്ളൂ. ഇത് ഷോളയാർ വനമേഖലയിൽപ്പെടുന്നൊരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിയമങ്ങൾ കൃത്യമായി നമ്മൾ പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ആ വഴി പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെക്ക് പോസ്റ്റ് കടന്നു. ചെക്ക് പോസ്റ്റിലെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി നമ്മൾ ഓയിൽ പാമ്പിൻ്റെ പ്ലാന്റേഷന് ഇടയിൽ കൂടിയുള്ള വഴിയിൽ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് രാവിലെയാണ്. വളരെ പുലർച്ചെ സമയമാണ്. 7 മണി 8 മണി ആയ സമയത്താണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന. വെയിൽ, ചൂട് അങ്ങനെ കാര്യമായിട്ടില്ല. പക്ഷേ നമ്മളിവിടെ എങ്ങും ഇപ്പം ആനയോ മറ്റ് കാട്ടുമൃഗങ്ങളെയോ ഒന്നും കാണുന്നില്ല. സാധാരണ കാട്ടുപോത്തോ അല്ലെങ്കിൽ ആനയൊക്കെ കാണേണ്ടതാണ്. എന്തെങ്കിലും കാണുമായിരിക്കാം, നമുക്ക് നോക്കാം. എന്തായാലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന ഒരു ഓയിൽ പാമിൻ്റെ പ്ലാന്റേഷനാണ്. സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അത് കാലാകാലങ്ങളായിട്ട് എങ്ങനെ പരിപാലിച്ചു പോരുന്നുണ്ട്. ലാഭകരമായി പോകുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പിന്നെ മുന്നോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും വനം തുടങ്ങുകയാണ്. വനപ്രദേശത്തേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഓയിൽ പാമ്പിൻ്റെ ഈ പ്രദേശമാകെ ഒരു ചതുപ്പ് കലർന്ന ഒരു സ്ഥലമാണ്.
പുഴയുടെ തീരത്തു കൂടി തോടിൻ്റെ കരയിൽ കൂടിയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. വളരെ മനോഹരമായ കാഴ്ചകളാണ്. അതുപോലെ തന്നെ കാലാവസ്ഥയും വളരെ അനുയോജ്യമായ കാലാവസ്ഥയാണ്. വലിയ ചൂടൊന്നുമില്ലാതെ ഒരു കുളിർമയുള്ള കാലാവസ്ഥയിൽ കൂടിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളൊരു ആ ചെക്ക് പോസ്റ്റ് കടന്നുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വനത്തിൻ്റേതായ ഒരു തണുപ്പും ആ ഒരു സുഖമൊക്കെ ഉണ്ട്. ഒരുപാട് ചെറിയ നീർച്ചാലുകളും ചതുപ്പ് സ്ഥലങ്ങളും ഒക്കെ പിന്നിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും മനോഹരമായ പ്രകൃതിയുടെ ഒരു സൗന്ദര്യം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് കുറച്ചേറെ ദൂരം നമ്മളിങ്ങനെ ഈ പ്ലാന്റേഷൻ കൂടി വേണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ. വാഹന ഗതാഗതം അധികം ഇല്ല, കാരണം അങ്ങോട്ടേക്ക് പോകുന്ന ടൂറിസ്റ്റുകളോ മറ്റും ജീവനക്കാരും ഒക്കെ മാത്രമേ ഉള്ളൂ. അല്ലാതെ അധികം വാഹന ഗതാഗതമോ അല്ലെങ്കിൽ ആൾ തിരക്കോ ഒന്നുമുള്ള ഒരു പ്രദേശമല്ല. ജനവാസം തീരെയില്ല. അതുകൊണ്ട് തന്നെ ആൾ സഞ്ചാരം വളരെ കുറവാണ്. ടൂറിസ്റ്റുകളും മറ്റു ഓയിൽ പാമിലെ ജീവനക്കാരും ഫോറസ്റ്റിലെ ജീവനക്കാരും ഒക്കെയാണ് മെയിനായിട്ട് ഈ വഴി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളീ പോകുന്ന വഴിയൊക്കെ നോക്കിയാൽ അറിയാം, വലിയ ജലസമൃദ്ധമായ ഒരു പ്രദേശമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരുപാട് തോടുകൾ, ചെറുതോടുകളെ, അതിനപ്പുറത്ത് പുഴ, അങ്ങനെ സമൃദ്ധമായ ഒരു സ്ഥലം, പ്രകൃതി അനുഗ്രഹിച്ച ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെയൊക്കെ പിന്നിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മളിപ്പം ആതിരപ്പള്ളിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്പം കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആതിരപ്പള്ളിയിലേക്ക് എത്തിച്ചേരാറാവും. അപ്പോൾ ആതിരപ്പള്ളിയിലെത്തുമ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഹോട്ടലുകൾ, റിസോർട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ കാണുന്നൊരു റിസോർട്ടിൻ്റെ മനോഹരമായ ഒരു പുൽത്തകിടിയും അതിൻ്റെ ആ ഒരു ക്യാമ്പസുമാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് ഇതുപോലെ ധാരാളം റിസോർട്ടുകളുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ ആതിരപ്പള്ളിയിലേക്ക് എത്തുകയാണ്. നമ്മൾ ആതിരപ്പള്ളിയുടെ ആ വ്യൂ പോയിൻറ്റിൽ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളുടെ ശ്രദ്ധാകേന്ദ്രമായ ഒരു ടൂറിസ്റ്റ് സെൻറ്റർ എന്ന് നമുക്ക് പറയാം. ബാഹുബലിയിൽ കൂടി ലോകം മുഴുവനും കണ്ട ആ ഒരു അത്ഭുത പ്രതിഭാസമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ നയാഗ്ര എന്നാണ് ഈ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തെ വിശേഷിപ്പിക്കുന്നത്. അത്രത്തോളം പ്രാധാന്യമുള്ള പ്രസിദ്ധമായ ഒരു വെള്ളച്ചാട്ടമാണിത്. നമുക്ക് വളരെ ദൂരെ നിന്നാണ് നമ്മളിപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. താഴേക്ക് ഇറങ്ങി ചെന്ന് കാണാൻ വലിയ മാർഗ്ഗമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ദൂരെ നിന്നുള്ള കാഴ്ചകൾ, ഇപ്പം വളരെ വെള്ളം കുറവായതുകൊണ്ടാണ് നമ്മൾ 2-3 വെള്ളച്ചാട്ടമായിട്ടത് കാണുന്നത്. മഴക്കാലമാണെങ്കിൽ അത് നിരന്നിങ്ങനെ ഒഴുകി വലിയൊരു വെള്ളച്ചാട്ടമായിട്ട് നമുക്ക് കാണും. ഇപ്പം നമ്മൾ പോകുന്ന ഡിസംബർ കാലഘട്ടത്തിലായതുകൊണ്ട് വെള്ളം വളരെ കുറവാണ്. ആ വെള്ളം പല കേന്ദ്രങ്ങളിലായി കേന്ദ്രീകരിച്ച് 2-3 വെള്ളച്ചാട്ടങ്ങളായിട്ടത് താഴേക്ക് പോരുകയാണ്. ഏകദേശം ഒരു 25 മീറ്റർ ഉയരത്തിലാണത് വെള്ളം താഴേക്ക് പോരുന്നത്. വളരെ മനോഹരമായ, അത് കാടിൻ്റെ നടുക്ക് ഷോളയാർ വനമേഖലയിൽ പെടുന്നതാണ് ഈ ആതിരപ്പള്ളിയൊക്കെ. വളരെ നിബിഡമായ വനത്തിന് നടുവിൽ ഒരുപാട് പക്ഷിമൃഗാദികളുടെയൊക്കെ നടുവിലാണ് ഈ ജലാശയവും ഈ വെള്ളച്ചാട്ടമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപൂർവയിനം വൃക്ഷങ്ങളും അപൂർവയിനം പക്ഷികളുമൊക്കെ കാണപ്പെടുന്ന ഒരു വനമേഖലയെന്ന് നമുക്ക് പറയാം. അപ്പം നമ്മളവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വെള്ളച്ചാട്ടത്തിന് സമീപത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1/2 കിലോമീറ്ററോളം താഴേക്ക് ഇറങ്ങി വേണം നമുക്ക് അങ്ങോട്ട് ചെല്ലാനായിട്ട്. വളരെ മനോഹരമായി വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു പ്രദേശമെന്ന് നമുക്ക് പറയാം. സാധാരണ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന വൃത്തിഹീനമായ അന്തരീക്ഷമൊന്നും ഇവിടെ ഇല്ല. വളരെ വൃത്തിയോടുകൂടിയും ചിട്ടയോടുകൂടിയും പരിപാലിച്ചിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടം, ഒരു ടൂറിസ്റ്റ് കേന്ദ്രം. ധാരാളം ആയിരക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും ഇവിടെ വന്നു പോകുന്നുണ്ട്. പക്ഷേ അതിൻ്റേതായ ആ ഒരു വൃത്തിഹീനമായ അന്തരീക്ഷമൊന്നും ഇവിടെ ഇല്ല. വളരെ ചിട്ടയോടുകൂടിയാണ് ഇതൊക്കെ പരിപാലിച്ചിരിക്കുന്നത്. നടപ്പാതകളും അതിന് സമീപമുള്ള സ്ഥലങ്ങളുമൊക്കെ. താഴേക്ക് നമ്മളൊരു 1/2 കിലോമീറ്റർ താഴേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചേരാൻ സാധിക്കും. ഈ പോകുന്ന വഴിക്ക് നമുക്കിവിടെ ചെറിയ കടകൾ, സ്നാക്സ് സെൻറ്ററുകൾ,
ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഒക്കെ ഉണ്ട്. എല്ലാം വളരെ ചിട്ടയോടുകൂടി തന്നെ അവർ ക്രമീകരിച്ചിട്ടുണ്ട്. കാരണം ആളുകൾ അതുപോലെ ദിവസവും ഒന്നിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നു. സാധാരണ അവധി ദിവസങ്ങളിലൊക്കെയാണ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ആൾ വരുന്നതെങ്കിൽ ആതിരപ്പള്ളി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ എല്ലാ ദിവസവും കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള ഇന്ത്യക്കകത്തുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന്, ഇന്ത്യക്ക് പുറത്തു നിന്നുള്ളവരൊക്കെ ധാരാളം ആളുകൾ ദിവസേന വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു നിലവാരം പുലർത്തുന്നുണ്ടത്. അപ്പം നമ്മൾ താഴേക്ക് ഇറങ്ങി നമ്മൾ ആ വെള്ളച്ചാട്ടത്തിലേക്ക് അടുത്തേക്ക് ചെന്നുകൊണ്ടിരിക്കുകയാണ്. പാറക്കെട്ടുകളുടെ മുകളിൽ കൂടിയാണ്. മഴക്കാലമായാൽ ഈ പാറക്കെട്ടുകളൊക്കെ നികന്ന് വെള്ളം ഒഴുകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഇപ്പം വെള്ളം തീരെ വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് താഴേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ആ പാറക്കെട്ടുകളുടെ മുകളിൽ കൂടി താഴേക്ക് എത്തിക്കുകയാണ്, ആ വെള്ളം കിടക്കുന്ന സ്ഥലത്തേക്ക്. ഒരേ ഒരു പോരായ്മ എന്ന് പറയുന്നത് നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പുറകിൽ നിന്നാണ് നമ്മൾ ഈ വെള്ളച്ചാട്ടത്തെ കാണുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമ്മൾ കാണുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ ഇരുവശങ്ങളിലായാണ് നമുക്ക് കാണാനുള്ള സൗകര്യങ്ങൾ സാധാരണഗതിയിൽ ക്രമീകരിച്ചിരിക്കുന്നതും കാണുന്നതുമൊക്കെ. പക്ഷേ എന്തോ ആതിരപ്പള്ളിയിൽ അങ്ങനെയൊരു അവസ്ഥയില്ല. നമ്മൾ ഈ വെള്ളച്ചാട്ടം തുടങ്ങുന്നതിൻ്റെ പുറകിൽ നിന്ന് വേണം, അത് സൈഡിൽ കൂടി ഒളിഞ്ഞു നോക്കി വേണം അത് കാണാനെന്ന് വേണമെങ്കിൽ പറയാം. അതാണ് അതിൻ്റെ ഒരു താഴെ നിന്ന് നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണുകയായിരുന്നെങ്കിൽ ഇതിൻ്റെയൊക്കെ 10 മടങ്ങ് സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അതിനുള്ളൊരു അവസ്ഥയില്ല. ആളുകൾ കാടിനിടയിൽ കൂടിയൊക്കെ ഇറങ്ങി അവിടെ ചെന്ന് നിന്ന് കാണുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായോ അങ്ങനൊരു പവലിയനോ അല്ലെങ്കിൽ അങ്ങനെ കാണാനുള്ള ഒരു ഗ്യാലറിയോ ഒന്നും അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോകാതെ നേരെ സാധാരണ എല്ലാവരും ഇവിടെയൊക്കെ തന്നെ നിന്നാണ് ഇത് കാണുന്നത്. ഈ പാറക്കെട്ടുകളുടെ സമീപത്ത് നിന്ന് വെള്ളച്ചാട്ടം കണ്ട് അതിൻ്റെ ഭംഗി ആസ്വദിക്കുകയാണ്. മഴക്കാലമാണെങ്കിൽ വളരെ മനോഹരമാണ് കാണാൻ. ഇപ്പം നമ്മൾ ഈ സൈഡിൽ കൂടിയുള്ളൊരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വേലിക്കെട്ടുകൾ, മുള കൊണ്ടുണ്ടാക്കിയ ഒരു വേലിക്കെട്ടിൻ്റെ ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മളിതൊക്കെ ചിത്രീകരിക്കുന്നതും അത് കാണുന്നതുമൊക്കെ. അതൊരപകടകരമായ ഒരവസ്ഥയാണത്. കാരണം ഒരുപാട് ആളുകൾ വന്ന് ഈ വേലിയിൽ ചാരി നിന്ന് ഫോട്ടോ എടുക്കുകയും ഈ വെള്ളച്ചാട്ടം കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊരു ഒട്ടും സുരക്ഷിതമല്ലാത്തൊരു കാര്യമാണ്. അതും കൂടെ ഒന്ന് ക്ലിയർ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് വളരെ മനോഹരമായിട്ട് തന്നെ ഇതൊക്കെ ആസ്വദിക്കാൻ സാധിച്ചേനെ. താഴെ വെള്ളച്ചാട്ടത്തിന് സമീപത്ത് താഴെ ഭാഗത്തായിട്ടൊരു ഗ്യാലറി ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഇനിയും വരുന്ന കാലങ്ങളിലൊക്കെ ഉണ്ടാകുമായിരിക്കാം. അപ്പം നമ്മൾ ഈ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് നേരെ മുകളിലേക്ക് കയറിയിരിക്കുകയാണ്. അതിന് സമീപത്തുള്ള ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ വ്യൂവേഴ്സ് ഗ്യാലറി എന്ന റോഡിനോട് ചേർന്നൊരു വ്യൂവേഴ്സ് ഗ്യാലറി ഉണ്ട്. അതിന് സമീപത്ത് നിന്ന് ആളുകൾക്ക് വേണമെങ്കിൽ ഇത് ദൂരെ നിന്ന് കാണാം ഈ വെള്ളച്ചാട്ടം. അങ്ങനെ ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പം അതിന് സമീപത്തൊക്കെ ധാരാളം വന്യമൃഗങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇപ്പം കാണുന്നത് കേഴ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ്. അതും അതിൻ്റെ കുഞ്ഞുങ്ങളുമൊക്കെ ഉണ്ട്. കുറച്ച് കേഴകളിവിടെ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നുണ്ട്. ഇത്രയും ആളുകളുടെ ഇടയിലും അതിനതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം അവരൊക്കെ ദിവസവും ഇത് കാണുന്നതായതുകൊണ്ടായിരിക്കാം അത് മേഞ്ഞ് നടക്കുന്നു. അതിന് കുഞ്ഞുങ്ങളുണ്ട്, കുഞ്ഞുങ്ങളെ മുല കൂട്ടുന്നു. അങ്ങനെ അവയുടെ സ്വൈരവിഹാരം നടത്തുകയാണ്. മനുഷ്യരുമായിട്ട് ഇണങ്ങിക്കഴിഞ്ഞു എന്ന് തോന്നുന്നതൊക്കെ. വന്യമൃഗങ്ങളാണെങ്കിൽ പോലും എല്ലാ ദിവസവും ഈ മനുഷ്യരെയും ഈ ബഹളവും ഈ തിരക്കുകളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അതുങ്ങളും മാറി കാണുമായിരിക്കാം. കുറച്ചധികം കേഴകളുണ്ട് ഇവിടെ. നമുക്ക് റോഡിൽ നിന്നുള്ള കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. അടുത്തേക്കൊന്നും നമുക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതെല്ലാം ഫെൻസിങ് ഇട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്ന ഏരിയകളാണ്, മറ്റു വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകാതിരിക്കാനായിട്ട്. സുരക്ഷിതമായിട്ട് തന്നെ അതൊക്കെ ക്രമീകരിച്ചിട്ടുമുണ്ട്. മൃഗങ്ങളൊന്നും ഒരിക്കലും വഴിയിലേക്ക് ഇറങ്ങുന്നൊരവസ്ഥ സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല. തീറ്റ തേടിയവ ഇങ്ങനെ നടക്കുകയാണ്. ഈ ചെപ്പുമൊക്കെയാണെന്ന് തോന്നുന്നു. അതുങ്ങൾക്ക് വേണ്ട തീറ്റകളൊക്കെ ഇവിടെ ഉണ്ട്. കുഞ്ഞുങ്ങൾ കുറച്ചേറെ ഉണ്ട്. അതിൻ്റെ പല സ്ഥലത്തായിട്ട് അതുങ്ങളിങ്ങനെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വളരെ ശാന്തമായിട്ടാണ് ഇതൊക്കെ ഈ പുല്ലുമേഞ്ഞിവിടെ നടക്കുന്നത്. ആരെയും ശ്രദ്ധിക്കാതെ. വന്യമൃഗമാണെന്ന് നമുക്ക് ഒരു തോന്നലേ ഉണ്ടാവുകയില്ല. നമ്മൾ വളർത്തുന്ന മൃഗങ്ങളെ പോലൊക്കെ തന്നെ അവ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നു.
എന്തായാലും വളരെ നല്ലൊരു കാഴ്ചയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ വളരെ വൃത്തിയോടുകൂടി തന്നെയാണ് ഇവിടെ ഈ മാലിന്യങ്ങളധികം ഇല്ലാതെ, ഇതര ആൾത്തിരക്കിൻ്റെ ബഹളങ്ങളൊന്നും ഇല്ലാതെയാണ് ഇവിടെ ഈ പരിസര പ്രദേശങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. സമൃദ്ധമായ മരങ്ങളും അവയോടനുബന്ധിച്ചുള്ള പ്രകൃതിയുടെ ആ ഒരു മനോഹാരിതയൊക്കെ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ വനത്തിൻ്റെ നിയമങ്ങളൊക്കെ കൊണ്ടായിരിക്കാം കടന്നുകയറ്റം അധികം ഉണ്ടായിട്ടില്ല. ഇവിടെ നിന്നിപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, ഈ മരത്തിൻ്റെ മുകളിൽ കൂടി നമുക്ക് ആ കാഴ്ച കിട്ടും. ആതിരപ്പള്ളിയുടെ റോഡിൽ കൂടി പോകുന്നവർക്ക് സാധാരണ ഇതൊരു വ്യൂവേഴ്സ് ഗാലറിയിൽ നിന്ന് വളരെയധികം ആളുകൾ ഇവിടെ നിന്നും കാണുന്നുണ്ട് ഈ കാഴ്ചകളൊക്കെ. വളരെ ദൂരെയാണത്, ഏകദേശം 1/2 കിലോമീറ്ററിനപ്പുറത്താണ് നമ്മൾ കാണുന്ന കാഴ്ച ആതിരപ്പള്ളിയുടെ. അവിടെയൊക്കെ പിന്നിട്ട് നമ്മൾ നേരെ റോഡിലേക്ക് ഇറങ്ങുകയാണ്. റോഡിൽ നല്ല തിരക്കാണ്. ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ വാഹന പാർക്കിംഗ് ആണ്. നമ്മൾ ഏകദേശം 1 കിലോമീറ്റർ അപ്പുറമൊക്കെ വേണം വാഹനം കൊണ്ടുവന്നിട്ടിട്ട് നടന്നു വരാൻ. തിരിച്ചു വരുമ്പോഴേ ഈ വാഹനങ്ങൾ, ആളിനെ കയറ്റാൻ വരുന്ന വാഹനങ്ങളും വരുന്ന വാഹനങ്ങളും എല്ലാം കൂടെ നമുക്കിവിടെ വലിയൊരു കൺജഷൻ ഉണ്ടാകുന്നത്. അതാണ് ഈ ആതിരപ്പള്ളിയിലെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ എല്ലാം വളരെ നല്ല നിലവാരത്തിൽ അവർ സംരക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഈ വാഹന പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമാണൊരു പോരായ്മയുള്ളത്. കാരണം വാഹനങ്ങൾ പ്രോപ്പറായിട്ട് പാർക്ക് ചെയ്യാനൊരു സ്ഥലമില്ല. റോഡിന് സമീപം, റോഡിൻ്റെ വശങ്ങളിൽ അങ്ങനെ ദൂരേക്ക് പാർക്ക് ചെയ്യണം. 1 കിലോമീറ്ററോളോ 1-1.5 കിലോമീറ്ററൊക്കെ മുൻപോട്ട് പോയി വേണം നമുക്ക് വാഹനം പാർക്ക് ചെയ്യാൻ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ. അപ്പോൾ അവിടെ പോയി നടന്നു പോയി എടുത്തുകൊണ്ട് വരാനും വന്നു കഴിഞ്ഞിട്ട് വാഹനത്തിൽ ആൾ കയറാനും ഇതെല്ലാം ഒരേ സ്ഥലത്താണ് നടക്കുന്നത്. അതായത് ആ വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ ഇറങ്ങുന്നതിൻ്റെ ആ ഒരു എൻട്രി പോയിൻറ്റിലാണ് ആളുകളെ ഇറക്കുന്നതും തിരിച്ചു കയറ്റുന്നതുമല്ല. അപ്പോൾ അവിടെ വളരെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. ഇത് കണ്ടില്ലേ, നിരന്ന വാഹനങ്ങൾ വഴിയെല്ലാം കിടക്കുകയാണ്. കഷ്ടിച്ചൊരു വാഹനത്തിൽ കടന്നു പോകാവുന്ന സ്ഥലം വിട്ടിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം വാഹനം കിടക്കുകയാണ്. നൂറുകണക്കിന് ആയിരക്കണക്കിന് വാഹനങ്ങളൊക്കെ സാധാരണഗതിയിൽ വരാറുണ്ട് തിരക്കുള്ള ദിവസങ്ങളിൽ, അവധി ദിവസങ്ങളിൽ ഒക്കെ. ഈ വരുന്നവരൊക്കെ ഏകദേശം 1-2-3 മണിക്കൂറൊക്കെ ഇവിടെ ചിലവഴിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. എന്തായാലും നമ്മളിവിടെ പിന്നിട്ട് വാഴച്ചാലിലേക്കുള്ള യാത്ര തുടരുകയാണ്. അതിൻ്റെ കാഴ്ചകളിലേക്കും മറ്റു വിവരങ്ങളിലേക്കുമൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഫോളോ ചെയ്യണം. അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം. ടിൽ ദെൻ, ബൈ.